ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് എന്താ പറയാ, പ്രമേഹമാണ് അഥവാ ഡയബറ്റീസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ഒരു കുടുംബത്തിലെ ഇത്രയും ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 5 പേർക്കെങ്കിലും, അതായത് ഒരു 10 പേരുള്ള ഫാമിലി ആണെങ്കിൽ ഒരു 5 പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 2 പേർക്കെങ്കിലും എന്തായാലും പ്രമേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെ ആയി മാറി നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ടോപ്പിക് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന്. അപ്പൊ അത് ഒരുപാട് പേർക്ക് ആശ്വാസമായിരിക്കും, അവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സെറിൻ, ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂർ എനിക്ക് ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ പ്രമേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ ഡയബറ്റീസ് എന്നുള്ള, നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡയബറ്റീസ് എന്നാണ് പ്രമേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നമുക്ക് ചെറിയൊരു ഇതിൽ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ അത് എന്ന് വെച്ചാൽ നമുക്ക് പാൻക്രിയാസ് എന്നൊരു ഉണ്ടല്ലോ, ഗ്രന്ഥി ഉണ്ടല്ലോ. ആ പാൻക്രിയാസിൽ ബീറ്റാ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ, അങ്ങനത്തെ സമയത്ത് ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഗ്ലൂക്കോസ് ലെവല് നമ്മുടെ ബ്ലഡിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പ്രമേഹം എന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ അത് നമ്മൾ മോഡേൺ കൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ആയുർവേദ ആചാര്യന്മാര് വളരെ ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രമേഹത്തിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയാം. അപ്പോ ഇപ്പം ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഒരുപാട് ഉറക്കം, ഒരുപാട് അമിത നിദ്ര എന്ന് വെച്ചാൽ ഒരു രാവിലെ ലേറ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ, ലേറ്റ് ആയിട്ട് തന്നെ എഴുന്നേൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് കൂടുതലായിട്ട് പ്രമേഹത്തിന്റെ ലെവല് ശരീരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കഫമേധസ്, ഇത് വലിയ രീതിയിൽ കൂടുന്നവർക്ക്, കഫമേധസ് എന്ന് പറയുന്നത് നമ്മൾ മോഡേൺ കൺസെപ്റ്റിലേക്ക് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തടീനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് നമുക്ക് വെയിറ്റ് ഉള്ളവർക്ക്, അമിതമായിട്ട് തടിയുള്ളവർക്കൊക്കെ പ്രമേഹത്തിന്റെ സാധ്യത വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെയാണ് എക്സസൈസ്, അവ്യായാമം. എക്സസൈസ് വളരെ രീതിയിൽ കുറയുന്ന, വ്യായാമം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതിന്റെ സാധ്യത, അതായത് ഇങ്ങനെ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഇതേപോലെ വളരെ കോമൺ ആയിട്ട് പ്രഗ്നൻസി സമയത്ത് പ്രമേഹത്തിന്റെ ലെവൽ കൂടുന്നത് കണ്ടിട്ടുണ്ട്. അത് നോർമലാണ്, പക്ഷെ അത് നമുക്ക് പിന്നീട് പ്രഗ്നൻസി കഴിയുന്ന സമയത്ത് മാറാറുണ്ട്. ചിലവരുടെ കേസിൽ പ്രഗ്നൻസി ഉള്ള സമയത്തും അത് അതേ രീതിയിൽ തന്നെ നിൽക്കാറുണ്ട്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത കണ്ടീഷൻസിൽ ഷുഗർ ലെവൽ കുറഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ പറയുന്നത് വളരെ സുഖലോലുപതയിൽ ജീവിക്കുന്നത്, അതായത് ഒരു തരത്തിലുള്ള എപ്പോഴും തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇരുന്ന് ജോലി ചെയ്യുന്ന, അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ഉറക്കം, ഒരുപാട് നേരം ഉറങ്ങി, അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സുഖലോലുപതയിൽ സുകുമാര ശരീരമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിചാരിച്ച് അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല വരുന്നത്, ജനറ്റിക്കലായിട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ വരാറുണ്ട്. അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വരുന്ന മാറ്റം കൊണ്ട്, നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ട്, ഇതൊക്കെ നമുക്ക് പ്രമേഹം രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതേപോലെ ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഫുഡിന്റെ ഭയങ്കര ചേഞ്ച് ഉണ്ട്. പിന്നെ വ്യായാമം ഇല്ലാത്തൊരു കൾച്ചറായി മാറി ഇതൊക്കെ നമ്മുടെ പ്രമേഹത്തിന്റെ അവസ്ഥേനെ വളരെ രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവാനായിട്ട് കാരണമാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ അതേപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ആചാര്യം പറയുന്നുണ്ട്. നമ്മൾ രാത്രി വേഗം തന്നെ കിടന്നുറങ്ങുക. അതേപോലെ തന്നെ രാവിലെ വേഗം തന്നെ ഒരു ബ്രഹ്മമുഹൂർത്തം, അതായത് ഒരു 4 മണി എന്നാണ് ആചാര്യം പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഒരു ഏർലി മോർണിംഗിൽ തന്നെ എഴുന്നേൽക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രമേഹമുള്ളവര്. അതേപോലെ പകലുറക്കം, ദിവാസ്വപ്നം, ഇതൊക്കെ ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പ്രമേഹമുള്ളവര് കേട്ടോ. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ഔഷധങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഔഷധത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഔഷധങ്ങൾ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആയുർവേദത്തിൽ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് വാതിക പ്രമേഹം, ഭൗതിക പ്രമേഹം, കഫജ പ്രമേഹം. ഓക്കെ, അതിൽ കഫജ പ്രമേഹം എന്ന് പറയുന്നത് 10 എണ്ണാണ് കേട്ടോ. 10 പ്രമേഹത്തിന് കഫജ പ്രമേഹം എന്ന് പറയുന്നുണ്ട്. അതേപോലെ പിത്തജ പ്രമേഹം 6 എണ്ണാണുള്ളത്, വാതജ പ്രമേഹം 4 എണ്ണാണുള്ളത്. മൊത്തം 20 പ്രമേഹമാണ്. അത് ഓരോ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇത്തരം പ്രമേഹമായിട്ട് തിരിക്കുന്നത്. അപ്പോൾ അതിൽ കഫജ പ്രമേഹം ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ എളുപ്പമാണ്. ഈ 10 പ്രമേഹം വരുന്നത് വളരെ ഈസി ആയിട്ട്, അത് നമുക്ക് വളരെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പ്രമേഹമൊക്കെയാണ് നമ്മൾ കഫജ പ്രമേഹത്തിൽ വരുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ചികിത്സിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ മാറും. പക്ഷെ നേരെ മറിച്ചൊരു ഭൗതിക പ്രമേഹം വരുമ്പോൾ അത് മാറാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമുക്കതിനെ അസാധ്യമാണെങ്കിലും നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് അതിനെ മാനേജ് ചെയ്ത് പേഷ്യന്റിന് ഒരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതെ നയിക്കാൻ പറ്റും. പക്ഷേ വാതിക പ്രമേഹം വളരെ സൂക്ഷിക്കേണ്ട പ്രമേഹമാണ്. വളരെ മെലിഞ്ഞ ആൾക്കാരിൽ കാണുന്ന പ്രമേഹമാണ് കേട്ടോ വാതിജ പ്രമേഹം. അപ്പൊ വാതിജ പ്രമേഹത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ആൾക്കാർക്ക്
വളരെ മെലിഞ്ഞുണങ്ങിയവരായിരിക്കും. പക്ഷെ ഇവർക്ക് പ്രമേഹത്തിന്റെ സാധ്യത, പ്രമേഹം വളരെ ഉയർന്ന ലെവലിൽ ഉണ്ടാവും. അത് അവർ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ പ്രമേഹം ഓരോ അവയവങ്ങളെ ബാധിച്ച് ആംബ്യൂട്ടേഷൻ അത് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ രോഗി മരണം. ആംബ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയേണ്ടത്. ഇപ്പൊ കാലിലാണ് കൂടുതൽ വിലയിച്ച കാല് മുറിച്ച് കളയുക. അപ്പൊ അങ്ങനെ നമ്മളുടെ ശരീരത്തിലെ ഭാഗങ്ങളെ ബാധിക്കാൻ തുടങ്ങും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അപ്പൊ ബാധിച്ച പ്രമേഹമുള്ളവർക്ക് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് ഒരുപാട് വ്യായാമം, അതായത് കിണർ കുഴിക്കുന്ന അത്ര വ്യായാമം നമ്മൾ ചെയ്യണമെന്നാണ്. എന്നാലാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബാധിച്ച പ്രമേഹമുള്ളവർ എപ്പോഴും ടെസ്റ്റ് ചെയ്യുകയും അത് കൺട്രോൾ ആക്കി കൊണ്ടു നടക്കുകയും ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഔഷധങ്ങളെ കുറിച്ചാണ്. അതാണല്ലോ എല്ലാവർക്കും അറിയാനുള്ള താല്പര്യം. അപ്പൊ ഔഷധം, അതിനുള്ള ഒറ്റമൂലികൾ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഔഷധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷണങ്ങൾ നമ്മൾ ഏത് ലക്ഷണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വൈദ്യനെ എഴുതുന്നത്. പക്ഷെ ഒരു കോമൺ ആയിട്ട് ഞാൻ പറയാം, ഒരുപാട് പ്രമേഹമുള്ളവരുടെ നിശകടകാദി കഷായം നമ്മൾ ഒരുപാട് എഴുതി കൊടുക്കാറുണ്ട്. അതേപോലെ മഹാമഞ്ചിഷ്ടാദി കഷായം, വെറും മഞ്ചിഷ്ടാദി കഷായം, പുനർനവാദി കഷായം, തിക്തക കഷായം, ഗുഗ്ഗുലു തിക്തക കഷായം, ഇതൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് മഹാതിക്തക കഷായം, ഇതൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് എഴുതി കൊടുക്കുന്ന കഷായങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഗുളികകളുടെ പേര് പറയുകയാണെങ്കിൽ ചന്ദ്രപ്രഭ ഗുളിക. ചന്ദ്രപ്രഭ ഗുളികയൊക്കെ ഷുഗറിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ആണ് വരുന്നത് കൈശോര ഗുഗുലു. ഓക്കെ, അപ്പൊ അതൊക്കെ അത് നമ്മൾ അപ്പൊ ഇതെല്ലാം ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് ഡയബറ്റീസിന് എന്ത് മരുന്നാണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അവരോട് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, അവരുടെ ലക്ഷണങ്ങൾ നമുക്ക് അറിഞ്ഞ് അവർ നമ്മൾ ചോദിച്ചിട്ട് മാത്രമാണ് നമുക്ക് അവർക്ക് മെഡിസിൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ലൈവിലായാലും അതേപോലെ നമ്മുടെ ചാനലിൽ ചോദിക്കുന്നവരായാലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് കൈശോര ഗുഗുലു. പിന്നെ വരുന്നത് ചൂർണങ്ങളാണ്. അതിൽ വരുന്നതാണ് നിശാമല ചൂർണം, പിന്നെ ചിത്രകാതി ചൂർണം. ഇതൊക്കെ നമ്മൾ ചൂർണ്ണമായിട്ട് നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് വെള്ളത്തിൽ ചാലിച്ചോ പാലിലല്ല ചൂടുവെള്ളത്തിലൊക്കെ കലക്കി കുടിക്കാനായിട്ട് നമ്മൾ അവരെ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ചിലവർക്ക് ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ചിലവർക്ക് ഉണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മളെപ്പോഴും മധുരം കൂടിയ ലേഹ്യങ്ങൾ എഴുതാതിരിക്കുക. കാരണം മധുരമുള്ള ലേഹ്യം, ഇപ്പൊ നമുക്കറിയാം ലേഹ്യങ്ങളില് ലേഹ്യമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. കാരണം അതെന്താണ്, തേനിലും അതേപോലെ തന്നെ ശർക്കരയിലൊക്കെ ഉണ്ടാക്കിയ ലേഹ്യങ്ങളാണ്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പ്രമേഹമുള്ളവർ മധുരമായിട്ടുള്ള ലേഹ്യങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പൊ അവർ മധുരമുള്ള എല്ലാ പാനീയങ്ങളായാലും മധുരമായിട്ടുള്ള ഭക്ഷണങ്ങളായാലും എല്ലാം ഒഴിവാക്കുക. അരിഭക്ഷണം ഒഴിവാക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചൂർണ്ണമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരും. അതിൽ ഉപയോഗിക്കാവുന്നതാണ് വരാതി ചൂർണം. അതിലൊന്നും ഒരിക്കലും ഒരുപാട് മധുരം അടങ്ങിയിട്ടില്ല. അപ്പൊ വരാതിയല്ല വരചൂർണം, അതേപോലെ ബൃഹത് ത്രിഫല ചൂർണം. ഓക്കെ, ബൃഹത് ത്രിഫലൊക്കെ ഏറ്റവും നല്ലതാണ്. അത് കൃത്യമായിട്ട് മൂന്ന് ഒരേ അളവിൽ ചേർത്ത ത്രിഫല, 3 ഫലങ്ങളും ഒരേ അളവിൽ ചേർത്താണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. അപ്പൊ ത്രിഫല ചൂർണം, അതേപോലെ ബൃഹത് ത്രിഫല ചൂർണം, ഇതൊക്കെ വളരെ നമുക്ക് നല്ല ഒരു ചൂർണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. നേരെ മറിച്ച് നമ്മൾ മധുരം അടങ്ങിയ ചൂർണങ്ങൾ, അല്ലെങ്കിൽ ചൂർണ്ണമല്ല മധുരം അടങ്ങിയ ലേഹ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ബൃഹത് ത്രിഫല ലേഹ്യം കേട്ടോ, സോറി, ചൂർണ്ണമല്ല ലേഹ്യം, ത്രിഫല ലേഹ്യം, ലേഹ്യം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത്. അപ്പൊ ഇത് 3ഉം എല്ലാവരും പോയി മേടിക്കരുത്. നമ്മൾ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി ചില സമയത്ത് അപ്പൊ നമുക്കറിയാം ഈ സൗല്യത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തടി കൂടുന്നത്, അതും പ്രമേഹവുമായിട്ട് നല്ല കോറിലേഷൻ ഉണ്ട്. മനസ്സിലായോ? അത് മോഡേൺ സയൻസിലും പറയുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ തടി കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പ്രമേഹം ഓട്ടോമാറ്റിക്കലി തന്നെ കുറയും. അതേപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മുടെ മോഡേൺ സയൻസിൽ പറയാറുണ്ട്. അതേപോലെ ഉറക്കം കുറയ്ക്കുക, നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുക, ശരീരം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, ഭക്ഷണ രീതി നല്ല രീതിയിൽ ഡയറ്റ് എടുക്കുക, ഇതൊക്കെ എല്ലാ സയൻസിലും ഒരേപോലെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. പക്ഷെ മെഡിസിൻ മാത്രമാണ് അതിൽ വരുന്ന ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇതിലും ഒക്കെ പറയുന്ന ഒന്നാണ്. പക്ഷെ ഇതിൽ നമ്മൾ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുന്നു, അതാണ് വ്യത്യാസം. പിന്നെ അപ്പം അതേപോലെ തന്നെ ചില കണ്ടീഷനിൽ നമുക്ക് ഉറക്കം ശരിയാവാത്ത കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ തലയ്ക്ക്, അതേപോലെ സ്ട്രെസ് അധികമാവുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് പേഷ്യൻസിന് തലയ്ക്ക് എണ്ണ തയ്ക്കുന്നത് സ്ട്രെസ് കുറയാനാണ് കേട്ടോ, അല്ലാണ്ട് ഉറക്കം കൂടാനല്ല. ഉറക്കം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ പക്ഷെ ഉറക്കം നമുക്ക് കിട്ടും വേണം, പക്ഷെ അത് രാവിലെ ഉറങ്ങാതിരിക്കുക. അതാണ് ഉറക്കം. നമുക്ക് രാത്രി എന്തായാലും പ്രധാനപ്പെട്ടതാണ്. രാത്രി നല്ല രീതിയിൽ ഉറങ്ങാം, രാവിലെ ഉറങ്ങാതിരിക്കുക. പക്ഷെ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് സ്ട്രെസ് കുറയാം. കാരണം വാതിക പ്രമേഹത്തിലൊക്കെ ഒരുപാട് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അപ്പൊ അവര് നമ്മൾ അവർക്ക് ഈ എന്താ പറയാ നല്ല നിശൂരാദി തൈലമൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നിശ എന്ന് പറയുന്നത് നമുക്കറിയാം മഞ്ഞളാണ്. ഓക്കെ, മഞ്ഞളിന്റെയാണ് നിശ എന്ന് പറയുന്നത്. ഈ ഉഷിരാദി എന്ന് പറയുന്നത് രാമച്ചാണ്. അപ്പൊ അത് നല്ല തണുപ്പ് കിട്ടുന്ന എണ്ണയാണ് നിശൂരാദി തൈലം എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും സൈനസൈറ്റിസ് ഉള്ള അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളവർ പോയി അപ്ലൈ ചെയ്യരുത്. തണുപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചത് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ അത് സ്ട്രെസ് നമ്മുടെ തനിയെ കുറയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഇങ്ങനത്തെ തൈലങ്ങൾ. പിന്നെ അതേപോലെ പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചില കുരുക്കള്, അതേപോലെ ചില വ്രണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ നല്ലൊരു ട്രീറ്റ്മെന്റ്, അതിനെ നമ്മളൊരു നല്ല ട്രീറ്റ്മെന്റ്, രക്തശുദ്ധി എന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്, അതായത് രക്തം ശുദ്ധിയാക്കുന്ന ട്രീറ്റ്മെന്റ്, അത് തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്താണ്
പലതരത്തിലുള്ള കഷായങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മഞ്ചിഷ്ടാദി കഷായം, മഹാതിക്ത കഷായം. അപ്പൊ ആ വ്രണങ്ങൾ മാറി, അതേപോലെ അത് കിഡ്നീനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കിഡ്നിയിൽ തിക്തം കൂടാതെ ഇത് കൂടാതിരിക്കാനായിട്ട് ക്ലേദ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറയ്ക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആയുർവേദ വേർഡ്സ് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, പക്ഷെ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് കഷായം, അതേപോലെ തന്നെ അതിൽ നമ്മൾ ഒരുപാട് മെഡിസിൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാറുണ്ട്. അപ്പൊ പ്രമേഹത്തിനെ വളരെ നല്ല രീതിയിൽ മാറ്റാനുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നാച്ചുറലി നിങ്ങൾക്ക് ഹീൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദത്തില് പ്രമേഹത്തിനെ ചികിത്സിക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്ട്സോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടുവന്നിട്ടില്ല. പിന്നെ നമുക്കൊരു ഒറ്റമൂലി, പലരും ചോദിക്കുന്ന ഒരു ഒറ്റമൂലി പറഞ്ഞു തരും ഡോക്ടറേന്. ഒറ്റമൂലിയായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ഞാവൽപ്പഴം അറിയാം. പഴം വളരെ നല്ലതാണ്. ഒരിക്കലും പ്രമേഹം കൂട്ടാത്ത ഒരു പഴമാണ് ഞാവൽപ്പഴം. അപ്പൊ ഞാവൽപ്പഴം ഒരുപാട് കഴിക്കാൻ, സേവിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഞാവൽപ്പഴത്തിന്റെ കുരു, തൊലി ഇതൊക്കെ കഷായം വെച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാവൽപ്പഴത്തിന്റെ കുരു ഉണക്കി പൊടിച്ച് അത് നമുക്ക് ചായയാക്കിയിട്ട് കുടിക്കാം. ഇതൊക്കെ നമ്മുടെ പ്രമേഹം വളരെ രീതിയിൽ പെട്ടെന്ന് തന്നെ കുറയ്ക്കുക. അതുപോലെ നെല്ലിക്ക ഒരുപാട് കഴിക്കാൻ ശ്രമിക്കുക. പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ്, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, അരി ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ വേറെ ധാന്യങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് ഡയബറ്റീസ് മാറ്റി, പ്രമേഹമൊക്കെ മാറ്റി നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ഔഷധങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ആവശ്യമാണെങ്കിൽ നമ്മളുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്യുന്ന ഡോക്ടറാണ്. ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വന്ന് കാണാവുന്നതാണ്. അല്ല നിങ്ങൾ അകലെയുള്ളവരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് നിങ്ങളെ നല്ല രീതിയിൽ പ്രമേഹം കുറച്ച് നല്ല രീതിയിലാക്കി കൊണ്ടുവരാൻ കഴിയാറുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ബൈ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിന്, റിലേറ്റീവ്സ് ഇതുകൊണ്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, ബൈ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.